കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മെ തകർക്കുവാൻ വിട്ടുകൊടുക്കാത്ത ഒരു ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. നമ്മുടെ മാനുഷികമായ ബലം നഷ്ടപ്പെടുമ്പോൾ, പരാജയത്തിലേക്ക് താണു പോകുമ്പോൾ ദൈവാത്മാവിനാൽ നയിക്കുവാൻ നാം പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, ദൈവാത്മാവിനാൽ നാം നയിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി നാം ചിന്തിക്കണം. ഞാൻ ആത്മീയ മനുഷ്യനാണോ അതോ ജഡിക മനുഷ്യനാണോ? ഒരു ആത്മീയ മനുഷ്യനായി നാം ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആത്മീയ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുകയില്ല. പ്രതികൂല സാഹചര്യത്തെ അവൻ മറികടക്കും. ഏത് പ്രശ്നത്തിനും പരിഹാരം ദൈവസന്നിധിയിൽ ഉണ്ടെന്നും വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം നമ്മെ കൈപിടിച്ച് നടത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാം തിരുവചനം വ്യക്തമാക്കുന്നു: ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നമുക്ക് പറയാം: പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ മാനിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയെ അനുസരിക്കുകയും അങ്ങയെ അനുഗമിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. അധരങ്ങൾ തുറന്ന് പരിശുദ്ധാത്മാവിനെ വിളിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും. പരിശുദ്ധാത്മാവേ. ദൈവപിതാവായ ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കും. അവിടുത്തെ അനുസരിച്ച് ജീവിക്കുവാൻ തക്കവിധം എന്ന് ഞങ്ങളെ ഒരുക്കണം. അവിടുത്തെ സാന്നിധ്യത്തെ ഞങ്ങൾ വിളിക്കുന്ന ദൈവമേ, ഞങ്ങളോട് കരുണയായിരിക്കണം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദൈവപിതാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു ദൈവപിതാവേ. ഓ ദൈവപിതാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും. ദൈവപിതാവേ, ഓ ദൈവപിതാവേ, സ്നേഹിക്കുന്നു ദൈവപിതാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു ദൈവപിതാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും. ദൈവപിതാവേ. നമുക്ക് പറയാം: കർത്താവായ യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കും, ഞാൻ അങ്ങയെ അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധ ത്രിത്വമേ, അങ്ങേക്ക് നന്ദി. കർത്താവായ യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ ഞാൻ ആരാധിക്കുന്ന യേശുവേ, അങ്ങേക്കെന്ന് മഹത്വവും സ്തുതിയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിന്നെ മാനിക്കുന്നു യേശുവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും. ഓ യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു യേശുവേ, ഞാൻ നിന്നെ മാനിക്കുന്നു യേശുവേ.
ഓഹോ ദൈവമേ സ്തോത്രം. നമുക്ക് പരിശുദ്ധ റൂഹായെ വിളിക്കാം. നമ്മിൽ നിറയുവാനായി, നിറഞ്ഞു കവിയാനായി നമുക്ക് അവിടുത്തെ വിളിക്കാം. നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും കടന്നു വരട്ടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. കടന്നു വരട്ടെ, നമ്മളിലെ ബലഹീനതകൾ മാറട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. എല്ലാ അധരങ്ങളും ഏറ്റുപാടട്ടെ. റൂഹായേ എന്നിൽ നിറയണമേ. ഓ പരിശുദ്ധ റൂഹായേ, ഓ പരിശുദ്ധ റൂഹായേ, കാറ്റായി വീശണമേ. ഓ കാറ്റായി കടന്നു വരണമേ. ഓ പരിശുദ്ധ റൂഹായേ, അഗ്നിയായി കടന്നു വരണമേ. ഓ ഹല്ലേലൂയ. ഓ പരിശുദ്ധ റൂഹായേ, ശക്തിയായി ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ. ഞങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകണമേ പരിശുദ്ധാത്മാവേ. ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ. സമൃദ്ധിയും സന്തോഷവും നൽകണമേ പരിശുദ്ധാത്മാവേ. നമ്മെ വിളിക്കുന്ന എല്ലാ മക്കളിലും അവിടുന്ന് കടന്നു വരണമേ പരിശുദ്ധാത്മാവേ. ഓ പരിശുദ്ധ റൂഹായേ, കടന്നു വരണമേ. ഞങ്ങളുടെ തൊഴിൽ മേഖലകളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ റൂഹായേ. വരുമാന മാർഗങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ റൂഹായേ. ഞങ്ങളുടെ മക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ റൂഹായേ. ഓ ഹല്ലേലൂയ. ഓ റൂഹായേ, അവിടുത്തെ ജ്ഞാനം നൽകണമേ. മക്കളിലേക്ക് ജ്ഞാനത്തിന്റെ ആത്മാവ് കടന്നു വരട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഇന്ന് നമ്മിൽ കടന്നു വരുവാനും അതുവഴി നാം അനുഗ്രഹിക്കപ്പെടുവാനും ഇടയാകട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.